ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അടിപൊളി ഒരു മീൻ പൊരിക്കാനുള്ള പുറപ്പാടിലാണ്. ഈ മീൻ വാങ്ങുമ്പം തന്നെ അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് നന്നായിട്ടൊന്ന് പൊരിച്ചടിക്കണം എന്ന് തന്നെ വിചാരിച്ചത്. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇതിനെ വൃത്തിയായി കഴുകിയിട്ടുണ്ട്. എന്നിട്ട് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി ഇതിന് വരഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് സൈഡും നന്നായി വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കണ്ടേ, അതിനു വേണ്ടി നല്ല ആഴത്തിൽ തന്നെയാണ് ഇത് വരഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പം ഞങ്ങൾ 4 ആൾക്ക് ഈ മീൻ ധാരാളമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വീട്ടിൽ പൊരിക്കുന്നതിനേക്കാട്ടും കുറച്ചുകൂടെ നന്നായിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഈ മീൻ പൊരിക്കുന്നത്. ഇത് വരയ്ക്കാൻ ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയെങ്ങാൻ മുറിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു ഹാർഡായിട്ടുള്ളൊരു മീനാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ സഹായം ഞാൻ ഈ മീൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഈ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച മീനെ ഞാനൊന്ന് നല്ലപോലെ നോക്കിന്ന്. ഇനി മീൻ പൊരിക്കാനായ സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്. ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ഇനി അതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമ്മൾ ചേർക്കാൻ പോകും. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പോലെ ഇത്തിരി ഇട്ടിക്ക് ഞാൻ. പിന്നെ മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. ഇത് കുറച്ച് വലിയ മീനായതിനെ കൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി മതിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 1 സ്പൂണും ഇത്തിരി കൂടി ഞാൻ ഇട്ടിക്കുന്നു. വലിയ മീനല്ല, കുറേ മുളകൊക്കെ പിടിക്കണ്ടേ. പിന്നെ ഞാൻ അതിൻ്റെ മേലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ആ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി ഇത് കുഴയ്ക്കണം. സ്പൂൺ വെച്ച് ഞാൻ കുഴയ്ക്കുന്നുണ്ട്. ഇത് നന്നായി കുഴച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത പരിപാടി. അങ്ങനെ മുറിച്ച് സുന്ദരിയാക്കി വെച്ച മീനിനെടുത്ത് നമ്മൾ മുളകിലേക്ക് ഇട്ട് ഇനിയാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച നമ്മളെ മെയിൻ ഐറ്റം നമ്മളെ മീനിൻ്റെ മേലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ മുളക് തേക്കുമ്പം തന്നെ നമ്മൾ വരഞ്ഞ് വെച്ച അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. പിന്നെ അതിൻ്റെ വയറ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കും തേച്ച് നന്നായി പിടിച്ചാൽ മുളക് നല്ലോണം പിടിക്കും. പിന്നെ തലേൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും നന്നായി തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. ഫൈനലായിട്ട് നമ്മൾ സുന്ദരിയാക്കിയിട്ട് അത് മീനിനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് നമ്മൾ പൊരിച്ചടിക്കണം. അതിനു മുന്നേ മുളക് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം വെക്കണം. ഇതിന് എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം? ഒരു 20 മിനിറ്റ് റെസ്റ്റ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് ഓക്കെ ആവും. ഫ്രീസറിൽ വെക്കണം അല്ലേ? ഓക്കെ. ഇതിപ്പോ അരമണിക്കൂർ പൊന്നുമോളെ ഫ്രിഡ്ജിൽ വെച്ചല്ലേ? അരമണിക്കൂർ ഇത് പിടിക്കാൻ വെച്ചതാ ഫ്രിഡ്ജിൽ വെച്ച്. അത് ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് പൊന്നുമോളെ ഇനി എന്താ പരിപാടി? വാവ് വാ. ആദ്യം ഈ ചട്ടി ചൂടാവട്ടെ. ചൂടാണ് കാത്തുക. അവരെ അങ്ങനെ നിൽക്കല്ലേ? അവരെങ്ങനെ പോസ്റ്റ് വേഗം ചൂടാവും. സ്പീഡാ അല്ല, ഇതിന് വേഗം ചൂട് പിടിക്കുന്ന ചട്ടി. ഫ്രൈ വെളിച്ചെണ്ണ ഇതിനെങ്ങനെ മതി. ഇതിനതിന് എല്ലാവരുടെയും ആയി. നോക്കട്ടെ. വെളിച്ചെണ്ണ ഇങ്ങനെ കോരുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലല്ലേ ഇത് വേവിക്കുന്നത്? സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ആഹാ, എന്തിട്ട് വേണം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ സ്മെല്ലല്ല. അതിന് മുകളിൽ എന്താണ്?
ഇതിന്റെ മുകളിൽ കറി. കറിവേപ്പിൻ്റെ അല്ല അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെന്തിനാ ടേസ്റ്റ് അത് ഇതിന്റെ മുകളില് സത്യം പറഞ്ഞ അനക്കറിയില്ല. മല്ലിനൊക്കെ എല്ലാരും ഇടുന്നതാണ്. എല്ലാവരും ഇടുന്നതാണ്. നല്ല കുക്കർ. ഇത് പൊളിഞ്ഞു പോവാണ്ടിരിക്കാനാന്ന് തോന്നുന്നു കറിവേപ്പില. നാളെ കാസർഗോഡാ അത് കഴിഞ്ഞ് വരും. ആവും. വെച്ചിട്ട് കാണുമ്പോൾ വിശക്കുണ്ട്. ഫൈനൽ റിസൾട്ട്. പൊന്നുമോള് കഷ്ടപ്പെട്ടതാണ്. പൊന്നുമോളെ സൂപ്പറാ. അയ്യോ എന്താ സാധനം കൂടുതൽ. മോനെ സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്.